CBSE 10ാം ക്ലാസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മെയിൻ കോഴ്സ് ഇംഗ്ലീഷിൻ്റെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ രണ്ടാം കവിത തീയും മഞ്ഞും ഫയർ ആൻഡ് ഐസ് എന്നതിൻ്റെ ആശയ വിവർത്തനമാണ്, അതുപോലെ വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പേ നാം ചെയ്ത വീഡിയോയിൽ ഡസ്റ്റ് ഓഫ് സ്നോയെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു. ആദ്യം നമുക്ക് അതിൻ്റെ മലയാള പരിഭാഷയിലൂടെ തുടങ്ങാം. ഫയർ ആൻഡ് ഐസ്, തീയും മഞ്ഞും. ലോകം അവസാനിക്കുമെന്ന് ചിലർ പറയുന്നു തീയിൽ. ലോകം അവസാനിക്കുമെന്ന് ചിലർ പറയുന്നു തീയിൽ. ചിലർ പറയുന്നു മഞ്ഞിൽ. ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ രുചിച്ചറിഞ്ഞതിൽ നിന്ന് തീയെ പിന്തുണയ്ക്കുന്നവരോട് ഞാൻ ചേരുന്നു. ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ രുചിച്ചറിഞ്ഞതിൽ നിന്ന് തീയിനെ പിന്തുണയ്ക്കുന്നവരോട് ഞാൻ ചേരുന്നു. പക്ഷേ രണ്ടാമതൊന്ന് നശിക്കേണ്ടി വന്നാൽ വെറുപ്പിനെക്കുറിച്ച് എനിക്ക് വേണ്ടത്ര അറിയാം. മഞ്ഞും വലുതാണ് നശിപ്പിക്കാൻ, അതും മതി എന്നു പറയാൻ. ഈ 9 വരിയുള്ള കവിത എഴുതിയത് റോബർട്ട് ഫ്രോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആശയങ്ങൾ തന്നെയാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കവിതയ്ക്ക് പ്രത്യേകമായ അർത്ഥങ്ങൾ ഉണ്ട്. 1920 1923 ന്യൂ ഹാംഷെയർ എന്ന കവിതാ സമാഹാരത്തിലാണ്, അതുപോലെ 20 ഹാർപ്പേഴ്സ് മാഗസിനിലും ഈ കവിത വരുന്നത്. അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ 1914 1918 കഴിഞ്ഞ സമയമാണ്. ലോകമഹായുദ്ധത്തിൻ്റെ ആഘാതം അതിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കവിതയും ജനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോഴും ലോകമാകെ ഒരു യുദ്ധത്തിൻ്റെ കെടുതിയിൽ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നാം ഈ കവിത വായിക്കുന്നതും. യുദ്ധം കഴിഞ്ഞെങ്കിലും ആളുകളുടെ മനസ്സിൽ ഭയവും നിരാശയും നിറഞ്ഞു നിന്നിരുന്നു. ലോകം നശിക്കുമോ എന്ന ചിന്ത ശക്തമായിരുന്നു. മറ്റൊരു കാര്യം, അന്ന് 2 പ്രധാനപ്പെട്ട ശാസ്ത്ര സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു. തീയിൽ അവസാനിക്കും ലോകം എന്ന ഒരു ചിന്ത, അതല്ല മഞ്ഞിലാണ് അവസാനിക്കുക എന്നത്. സൂര്യൻ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ ഭൂമി കത്തിയോ ലോകം നശിക്കും എന്ന ഒരു ചിന്ത ഒരു വശത്തും, ഭൂമി പതിയെ പതിയെ തണുത്ത് മരവിച്ച് ഒരു ഐസ് ഏജ് വന്ന് നശിക്കും എന്ന മറ്റൊരു ചിന്തയും അവിടെ ഉണ്ടായിരുന്നു. ഈ ചിന്ത ചർച്ച ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ് റോബർട്ട് ഫ്രോസ്റ്റ്. മറ്റൊരു ഘടകം, ഇത് എഴുതാനുള്ള സ്വാധീനം. ഇറ്റാലിയൻ കവിയായ ഡാൻ്റെയുടെ ഇൻഫെർണോ, അതിൽ നരകത്തിൻ്റെ ഏറ്റവും മോശമായ ഭാഗങ്ങൾ തീയും മഞ്ഞുമാണ് എന്ന് ഡാൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇത് റോബർട്ട് ഫ്രോസ്റ്റ് വായിക്കുകയും അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. ഇനി അതൊന്നുമില്ലെങ്കിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റിൻ്റേത്. സ്വന്തം കുടുംബത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായൊരു കാലഘട്ടമായിരുന്നു. മക്കളുടെ മരണം, ഭാര്യയുടെ അസുഖം. അതുകൊണ്ട് മനുഷ്യൻ്റെ ദുഃഖം എന്താണ്, വെറുപ്പ് എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, ഇവയെക്കുറിച്ചെല്ലാം റോബർട്ട് ഫ്രോസ്റ്റിന് നന്നായിട്ട് അറിയാമായിരുന്നു. മറ്റൊരു പോയിൻ്റ്, റോബർട്ട് ഫ്രോസ്റ്റ് എന്ന ഹാർവാർഡിലെ ശാസ്ത്രജ്ഞൻ ഹാർലോ ഷേപ്ലിയെ കണ്ടപ്പോൾ ലോകം എങ്ങനെ അവസാനിക്കും എന്ന് ചോദിച്ചിരുന്നു. ഷേപ്ലി പറഞ്ഞ മറുപടി, ഒന്നുകിൽ ലോകം
സൂര്യൻ പൊട്ടിത്തെറിച്ച് കത്തും, അല്ലെങ്കിൽ ഭൂമി പതിയെ തണുത്തു മരവിക്കും. ഈ ഉത്തരവും കൂടി ഈ കവിത എഴുതാൻ റോബർട്ട് ഫ്രോസ്റ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കവിത എഴുതാനുള്ള യഥാർത്ഥ കാരണം കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഫ്രോസ്റ്റ് ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. മനുഷ്യൻ്റെ വികാരങ്ങളാണ് യഥാർത്ഥ നാശകാരികൾ. ശരിക്കും പറഞ്ഞാൽ യുദ്ധം പോലും ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഈ കവിതയിലും അതുതന്നെയാണ് പറയുന്നത്. ഒന്നാം ലോക യുദ്ധം ഉണ്ടായത് രാജ്യങ്ങളുടെ അത്യാഗ്രഹം അഥവാ തീ. ഈ അത്യാഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ് തീ എന്നത്, അഥവാ പരസ്പരം വെറുപ്പ്. വെറുപ്പ് മഞ്ഞിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ മഞ്ഞ് വെറുപ്പിനെ പ്രതിനിധീകരിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് യുദ്ധം ഉണ്ടായത് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. അന്ന് ആളുകൾ ശാസ്ത്രം കൊണ്ട് ലോകം നശിക്കും എന്ന് പേടിച്ചപ്പോൾ ഫ്രോസ്റ്റ് പറഞ്ഞു, ശാസ്ത്രമല്ല, നമ്മുടെ ഉള്ളിലെ തീയും മഞ്ഞും മതി ലോകം നശിക്കാൻ എന്നത്. അപ്പോൾ യുദ്ധാനന്തര ഭയം, ശാസ്ത്ര ചർച്ച, സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങൾ, ഡാൻ്റെയുടെ സ്വാധീനം, ഇതെല്ലാം ഉൾച്ചേർന്നുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ് 9 വരിയിലുള്ള ഈ കവിത. ലോകം നശിക്കാൻ വലിയ ഉൽക്കകളൊന്നും വേണ്ട, വേണ്ട. മനുഷ്യൻ്റെ തീരാത്ത ആഗ്രഹങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ അമർന്നു കിടക്കുന്ന വെറുപ്പും മതി എന്നാണ് ഈ കവിതയിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് നമ്മോടൊക്കെ പറയുന്നത്. നാം ജീവിക്കുന്ന ഇക്കാലത്തും ഈ കവിതയ്ക്ക് വളരെയധികം പ്രശസ്തിയുണ്ട്. കാരണം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇവിടെയും തീയും മഞ്ഞും പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കമൻറ്റുകളിലെ ദേഷ്യങ്ങൾ, ട്രോളിങ്, വൈറലാകാനുള്ള അത്യാഗ്രഹം, ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് വഴക്ക് തീ പോലെ പടരും. അതുപോലെ മഞ്ഞ്, അതിനെയും പ്രതിനിധീകരിക്കാം. സൈബർ ബുള്ളിയിങ് കണ്ട് മിണ്ടാതിരിക്കുന്നത്, ഒരാളെ കൂട്ടം കൂടി ബോയ്ക്കോട്ട് ചെയ്യുന്നത്, ബഹിഷ്കരിക്കുന്നത്, ഇങ്ങനെ തണുത്ത ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ സ്ഥലം പിടിച്ച ഒരു സമയത്തു കൂടിയാണ് നാം ഈ കവിത വായിക്കുന്നത്. ഒരു സ്കൂളിൽ മൊത്തം കുട്ടികളൊരു കുട്ടിയെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് തീയായിരിക്കുമോ മഞ്ഞായിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നാശങ്ങളും ഇതിൽ കടന്നു വരും ഈ ചർച്ചയിൽ. ഇപ്പോൾ ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള പുക, കാട് കത്തിക്കുക, പ്ലാസ്റ്റിക് കത്തിക്കുക, ഇപ്പോൾ തന്നെ വേണം എന്ന ആഗ്രഹം, ആമസോൺ കാട് തീയിട്ട് നശിപ്പിച്ചതുപോലെ. അതുപോലെ നമ്മുടെ മനസ്സിൽ എനിക്കെന്താ എന്ന മനോഭാവം, ഹൂ കെയേഴ്സ് എന്ന മനോഭാവം, മരം നടാതിരിക്കുക, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുക, ഇങ്ങനെ നിസ്സംഗമായ നമ്മുടെ മനോഭാവം. അതുപോലെ ഇന്ന് നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം, ബോംബ്, അധികാരത്തിനായുള്ള ആഗ്രഹം, ഗാസ, ഉക്രൈൻ പോലുള്ള സ്ഥലങ്ങൾ, ഇസ്രായേൽ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ, ഇവിടെയൊക്കെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമുണ്ട്. അതുപോലെ ഇനി രാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നത്, വ്യാപാരം നിർത്തൽ ചെയ്യുന്നത്, അഭയാർത്ഥികളെ സഹായിക്കാതിരിക്കുന്നത്, അഭയാർത്ഥികൾക്കുള്ള ഭക്ഷണങ്ങൾ മുടക്കുന്നത്, ഇതെല്ലാം ഈ പശ്ചാത്തലത്തിലും അന്ന് ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും എല്ലാം പ്രശസ്തമായ ഒരു കവിതയാണ് നമ്മുടെ ഫയർ ആൻഡ് ഐസ്, റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ഈ കവിത. മറ്റൊരു രസകരമായ കാര്യം, റോബർട്ട് ഫ്രോസ്റ്റ്, ആ പേരിൽ തന്നെ ഫ്രോസ്റ്റ് എന്ന ഒരു വാക്കുണ്ട്. ഫയർ ആൻഡ് ഐസ് എന്ന കവിത എഴുതുന്നത് റോബർട്ട് ഫ്രോസ്റ്റാണ്. അപ്പം ഫ്രോസ്റ്റ് മഞ്ഞിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് യാദൃശ്ചികമായി വന്നതാണെങ്കിൽ പോലും അദ്ദേഹം തീയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. പേര് ഐസ് എന്നല്ല, ഫ്രോസ്റ്റ് എന്നാണ്. അതായത് പതിയെ പടർന്ന് സാവധാനം എല്ലാം മരവിപ്പിക്കുന്ന തണുപ്പ് എന്നാണ് ഫ്രോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കവിതയിലെ ഐസ് എന്നത് ഹെയ്റ്റ് എന്ന ആശയവുമായി നല്ല ചേർച്ചയുണ്ട്. അപ്പോൾ ഈ പേര് കവിയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പ്രകൃതിയുടെ കവിയായിട്ട് റോബർട്ട് ഫ്രോസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ 90% കവിതകളും മഞ്ഞും ശൈത്യവും ഗ്രാമവും കാടും എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടതാണ്.
സ്റ്റോപ്പിംഗ് ബൈ വൂഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, ഡസ്റ്റ് ഓഫ് സ്നോ കവിതകൾ എല്ലാം തണുപ്പുള്ള കവിതകളാണ്. അതേസമയം ജീവിതവും തണുത്തതായിരുന്നു അദ്ദേഹത്തിന്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ ഒരുപാട് ദുഃഖങ്ങളും മക്കളുടെ മരണവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മഞ്ഞുപോലെ തണുത്ത അനുഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നിനോടും ഒരു ആർത്തിയും ഒന്നുമില്ലാതെ തണുത്തുറഞ്ഞ മനസ്സിൻ്റെ ഒരു അവസ്ഥ അനുഭവിച്ച കാലം കൂടിയായിരുന്നു ഈ കവിത എഴുതുമ്പോൾ. പക്ഷേ കവിതയോടുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു, എഴുതാനുള്ള തീവ്രത, ആ ഡിസയർ. അതുകൊണ്ടാണ് ഡിസയർ എന്ന് പറഞ്ഞ് തീയെ ആദ്യം തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ ഫയർ ആൻഡ് ഐസ്, തീയും മഞ്ഞും, രണ്ട് വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണ്. തീ ഇവിടെ പ്രതീകാത്മകമായി വരുന്നത് ഡിസയർ, അതിരുകടന്ന ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം, മനുഷ്യനെ കൊല്ലാനുള്ള ആഗ്രഹം, മറ്റുള്ളവൻ്റെ സമ്പാദ്യം പിടിച്ചെടുക്കാനുള്ള ആഗ്രഹം, കാമം, ദേഷ്യം, അത്യാഗ്രഹം, ഇതൊക്കെ ഡിസയർ എന്നത് പ്രതിനിധീകരിക്കുന്നു. പെട്ടെന്ന് കത്തിപ്പടരും. യുദ്ധം, വഴക്ക്, കലാപം എല്ലാം തീ പോലെ പടരുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നാം നിൽക്കുന്നത്. അപ്പോൾ അത് ലോകത്തെ എങ്ങനെ നശിപ്പിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന് മഞ്ഞ്, ഐസ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ഹെയ്റ്റ്രഡ് അല്ലെങ്കിൽ ഹെയ്റ്റ്, വെറുപ്പിനെയാണ്, പകയെയാണ്, വഞ്ചനയെയാണ്, നിസ്സംഗ മനോഭാവത്തോടെയാണ്. ഹൂ കെയേഴ്സ്, അതിലെനിക്കെന്താ എന്ന മനോഭാവമാണ്. അതാണ് ഇവിടെ ഐസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പതിയെ പതിയെ അത് നമ്മെ മരവിപ്പിക്കും. മിണ്ടാതിരിക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒക്കെ ചിലപ്പോൾ ഒരാളെ കൊല്ലും. ഈ രണ്ടു കാരണത്താലാണ് ലോകം അവസാനിക്കുക എന്ന ഒരു ആശയം തൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി കവി വരച്ചിട്ടതാണ് ഈ 9 വരി കവിതകൾ. അതിൽ ഒരിടത്ത് പറയുന്നു, ഞാൻ ആഗ്രഹം രുചിച്ചറിഞ്ഞവനാണ്, അതുകൊണ്ട് തീയെ പിന്തുണയ്ക്കുന്നു. അഥവാ ലോകം അവസാനിക്കുന്നത് തീയിലാണ് എന്ന് പറയുന്ന ആളുകളെ ഞാൻ പിന്തുണയ്ക്കുന്നു. പക്ഷേ ലോകം രണ്ടാമതും നശിക്കണമെങ്കിൽ, അങ്ങനെ ഒരു നാശമുണ്ടാകുന്നുവെങ്കിൽ ഞാൻ കണ്ട വെറുപ്പ് മാത്രം മതി. മഞ്ഞും അത്ര തന്നെ ശക്തമാണ്. മഞ്ഞിനോട് വെറുപ്പിനെ ഉപമിച്ചിരിക്കുന്നു. രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഉൾച്ചേർന്ന ഒരു കവിതയാണ് നമ്മുടെ ഫയർ ആൻഡ് ഐസ്. When we speak about this poem and the poet, we can say Robert Frost was born in 1874 and passed away in 1963. He was a famous American poet. He is known for his simple language, deep meanings and natural themes. പ്രകൃതിയുമായി ബന്ധമുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാറുള്ളത്. He has won 4 Pulitzer Prizes. 4 പുലിറ്റ്സർ സമ്മാനങ്ങളാണ് അദ്ദേഹം നേടിയത്. വാട്ട്സ് ദ സെൻട്രൽ ഐഡിയ ഓർ തീം ഓഫ് ദ പോയം? ദ പോയം ഡിസ്കസസ് ഹൗ ദ വേൾഡ് വിൽ എൻഡ്. എങ്ങനെ ലോകം അവസാനിക്കും എന്നാണ് ചർച്ച ചെയ്യുന്നത്. ബൈ ഫയർ ഓർ ഇൻ ഫയർ, തീയിലാണ്. ഇവിടെ ഫയർ എന്നത് സിംബലൈസസ് ഓഫ് ഓർ ഇറ്റ്സ് എ സിംബൽ ഓഫ് ഡിസയർ, ആഗ്രഹത്തിൻ്റെ, ഗ്രീഡ്, അത്യാർത്തിയുടെ, പാഷൻ ആൻഡ് ആങ്ങർ, ദേഷ്യത്തിൻ്റെയും വൈകാരിക തീവ്ര മനോഭാവത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഫയർ. മറ്റൊരു ഘടകം ഐസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹെയ്റ്റ്രഡ്, വെറുപ്പ്, ഇൻഡിഫറൻസ്, നിസ്സംഗമായ മനോഭാവം, കോൾഡ്നെസ്, ഒരു മരവിപ്പ്. വാട്ട്സ് ദ മെയിൻ മെസ്സേജ് ഓഫ് ദ പോം? ബോത്ത് എക്സ്ട്രീം ഡിസയർ ആൻഡ് എക്സ്ട്രീം ഹെയ്റ്റ്രഡ്, രണ്ടും അങ്ങേയറ്റം അളവിൽ കവിഞ്ഞതുണ്ടാകുമ്പോൾ ആർ പവർഫുൾ എനഫ് ടു ഡിസ്ട്രോയ് ദ വേൾഡ്. ലോകത്തെ തകർക്കാൻ മാത്രം അതിന് കഴിവുണ്ട്. ഹ്യൂമൻ ഇമോഷൻസ് ക്യാൻ കോസ് ഡിസ്ട്രക്ഷൻ. മനുഷ്യ വികാരങ്ങൾ അതിരുകടക്കുമ്പോൾ അതിന് ലോകത്തിനെ നശിപ്പിക്കാൻ കഴിയും എന്ന വലിയ മെസ്സേജാണ് ഈ പോയത്തിലൂടെ നൽകുന്നത്. ഇനി ലൈൻ ബൈ ലൈൻ നോക്കുകയാണെങ്കിൽ, സം പീപ്പിൾ തിങ്ക് ദ വേൾഡ് വിൽ എൻഡ് ഇൻ ഫയർ. കുറച്ചാളുകൾ ചിന്തിക്കുന്നത് ഈ ലോകം തീയിൽ അവസാനിക്കും.
ഫ്രം വാട്ട് ഹി നോസ് അബൌട്ട് ഡിസയർ, ഈ അത്യാഗ്രഹത്തെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച് പോയറ്റ് എന്തറിയുന്നുവോ അതിൽ നിന്നും ദ പോയറ്റ് അഗ്രീസ് വിത്ത് ദം, അതെ, കൂടുതൽ ആഗ്രഹമുണ്ടായാൽ നശിപ്പിക്കാൻ അത് മാത്രം മതി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ബട്ട് ഇഫ് ദ വേൾഡ് ഹാഡ് ടു എൻഡ് ട്വൈസ്, രണ്ടാമതൊരു കാരണം ലോകം അവസാനിക്കാനുണ്ടെങ്കിൽ, ഹി നോസ് ഹെയ്റ്റ് ഈസ് ആൾസോ സ്ട്രോങ്, വെറുപ്പിനും നല്ല ശക്തിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. സോ ഐസ് അല്ലെങ്കിൽ ഹെയ്റ്റ്രഡ്, ഐസ് പ്രതിനിധീകരിക്കുന്ന വെറുപ്പ്, ഈസ് ആൾസോ ഗ്രേറ്റ് ആൻഡ് വുഡ് സഫൈസ് ഫോർ ഡിസ്ട്രക്ഷൻ, അതുമാത്രം മതി ലോകം നശിക്കാൻ എന്ന ചിന്തയും നമ്മോട് പകരുന്നുണ്ട്. കവിതയിലെ പോയറ്റിക് ഡിവൈസുകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഈ കവിത നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നുകൂടി ചൊല്ലി അവസാനിപ്പിക്കാം. നിങ്ങളുടെ കമൻറ്റിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പങ്കുവെക്കുകയും ചെയ്യാം. ഫയർ ആൻഡ് ഐസ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. Full poem in English. Some say the world will end in fire. Some say in ice. From what I have tasted of desire, I hold with those who favor fire. But if it had to perish twice, I think I know enough of hate to say that for destruction ice is also great and would suffice. പെരിഷ് എന്ന് പറഞ്ഞാൽ നശിക്കുക, മരിക്കുക. ഡിസയർ നാം നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹം, കാമം. ഫേവർ അനുകൂലിക്കുക, പിന്തുണയ്ക്കുക. ഡിസ്ട്രക്ഷൻ നാശം. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ്. സഫൈസ് മതിയാകുക അല്ലെങ്കിൽ ധാരാളം ആകുക. ഈ കവിത 9 വരികളാണ്. ഇതിൻ്റെ റൈം സ്കീം പ്രാസം ABA ABC എന്നാണ്. ഇനി നമുക്കതിൻ്റെ മലയാളം കൂടി ചൊല്ലി അവസാനിപ്പിക്കാം. തീയും മഞ്ഞും. ലോകം അവസാനിക്കുമെന്ന് ചിലർ പറയുന്നു തീയിൽ, ചിലർ പറയുന്നു മഞ്ഞിൽ. ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ രുചിച്ചറിഞ്ഞതിൽ നിന്ന് തീയെ പിന്തുണയ്ക്കുന്നവരോട് ഞാൻ ചേരുന്നു. പക്ഷേ രണ്ടാമതൊന്ന് നശിക്കേണ്ടി വന്നാൽ വെറുപ്പിനെക്കുറിച്ച് എനിക്ക് വേണ്ടത്ര അറിയാം. മഞ്ഞും വലുതാണ് ലോകത്തെ നശിപ്പിക്കാൻ, അതും മതി എന്നു പറയാൻ. താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.